നോമ്പുകാല ധ്യാനം 21 ദിവസം. നോമ്പുകാലം വിശുദ്ധിയുടെ വീണ്ടെടുപ്പ് കാലമാണ്. ഈ ദിവസം ഗെത്സെമൻ തോട്ടത്തെ നമുക്ക് ധ്യാനിക്കാം. നമുക്ക് വളരെ അടുത്താണ് ഗെത്സെമൻ തോട്ടം. പെസഹ ഭക്ഷിച്ചതിന് ശേഷം യേശു ശിഷ്യന്മാരോടൊപ്പം ഒലിവുമലയിലേക്ക് പോയി ശിഷ്യരിൽ നിന്നും അല്പദൂരം മുന്നോട്ട് ചെന്ന് കമിഴ്ന്നു വീണു. അവൻ തീവ്രവേദനയാൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്ത് വീണു. ലൂക്കയുടെ സുവിശേഷം 22-ാം അധ്യായം 44-ാം വാക്യം. നൊമ്പരത്തിൻ്റെ ആഴക്കടലിൽ മുങ്ങിത്താഴുമ്പോഴും താൻ ആർക്കുവേണ്ടി നിലകൊണ്ടുവോ അവൻ്റെ മൗനം. നിലവിളിക്കൊരു ഉത്തരം, ആശ്വാസത്തിൻ്റെ ഒരു തലോടൽ. ഇതൊന്നുമില്ലാത്ത അവസ്ഥ, അവസാനത്തെ സന്ധ്യ. നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്ന ആ രാത്രിയിൽ രക്തം വിയർത്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. വ്യാഖ്യാനിക്കപ്പെടാത്ത ദുഃഖങ്ങളുടെ അടരുകൾ ഹൃദയത്തെ സാന്ദ്രമാക്കുന്ന സന്ധികളിൽ നാം ഗെത്സെമനിലെ ക്രിസ്തുവിനോടൊപ്പമാണ്. ജീവിതത്തിൻ്റെ പതനത്തിൻ്റെ പടുകുഴികളും കഥനത്തിൻ്റെ കൊടുങ്കയങ്ങളും കടക്കേണ്ടി വരുമ്പോൾ ഉള്ളിലുടയാതെ കാക്കേണ്ട ഒരു പരമാർത്ഥതയുണ്ട്. വിപത്തുകളുടെ വിനാഴികകളിലും അസ്വസ്ഥതകളുടെ നിഴലിലും നിന്നെ സ്വസ്ഥനാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. അപമാനത്തിൻ്റെ അറ്റം കണ്ടവനാണ് യേശു. വഞ്ചനയുടെ വ്യാപ്തി അറിഞ്ഞവനാണ് യേശു. തിരസ്കരണത്തിൻ്റെ രുചി അറിഞ്ഞവനാണ് യേശു. എന്നാൽ ഇന്നവൻ ഉത്ഥിതനാണ്. രാജാക്കന്മാരുടെ രാജാവും സർവാധിപനും സർവശക്തനുമാണ്. നമ്മുടെ വേദനകളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ എല്ലാത്തിനെയും അതിജീവിച്ച യേശുവിനെ നാം ഓർക്കണം. ജീവിതയാത്രയിൽ പ്രാർത്ഥനകളും നീതിക്ക് വേണ്ടിയുള്ള നിലവിളികളും കേൾക്കപ്പെടാതെ വരുമ്പോൾ, നിറഞ്ഞൊഴുകുന്ന നിൻ്റെ കണ്ണുകൾ മറ്റൊരു കരത്താൽ തുടയ്ക്കപ്പെടാതെ വരുമ്പോൾ, ഒറ്റപ്പെടലിൻ്റെ തിരസ്കരണത്തിൻ്റെ കാർമേഘങ്ങൾ നിനക്ക് ചുറ്റും വലയം തീർക്കുമ്പോൾ, ഗെത്സെമൻ തോട്ടം നിനക്ക് വളരെ അടുത്താണ്. നിന്നിൽ നിന്നും ഒരു കല്ലേറു ദൂരെ ക്രിസ്തു നിനക്ക് വേണ്ടി രക്തം വിയർക്കുന്നുണ്ട്. അനുദിനം ബലിക്കല്ലിൽ ഒരു കാസ അവൻ നിറയ്ക്കുന്നുണ്ട്. വരിക, സ്വന്തമാക്കുക സഹനത്തിൻ്റെ കാസ, മട്ടോളം ഉറ്റി കുടിച്ചവൻ്റെ കൃപയുടെ നീർച്ചാലുകൾ.